അത് ഇന്റെ പേരിലുള്ള മുതലാണ്. ആ ഇന്റെ മകൻക്ക് കൊടുക്കണ്ടെങ്കിലേ അതിനിപ്പൊ അന്നോട് ചോദിക്കേണ്ട ഒരാവശ്യമില്ല. ചെന്ന് പണി എന്താച്ചാ നോക്കണ്ടേ. ഇപ്പൊ മരുക്കളി കണക്കണ ഒലിപ്പിക്കല് കണ്ടിട്ടേ ഒക്കെ എഴുതി കൊടുത്താളേ. അവസാനം പോലെ ഇറക്കി വിടുമ്പോഴേ കെടുക്കാനൊരിടയില്ലാന്നും പറഞ്ഞിട്ട് തെണ്ടി നടക്കേണ്ടി വരും. അങ്ങനെ തെണ്ടി നടക്കേണ്ട ഒരവസ്ഥ ഇനി മഴ അമ്മാക്ക് വരൂല. അങ്ങനെ വന്നാൽ തന്നെ ഞാൻ എന്റെ മുന്നിൽ കൊട്ട് വരാനും പോണില്ല. ഒരു തെങ്ങിലെ എല്ലാ തേങ്ങയും ഒരുപോലെ ആവില്ലാന്ന് പണ്ടുള്ളവര് പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടായ 3 ഒന്ന് ഇജ് പേടായി പോയി എന്നാണ് വിചാരിച്ചോളമ്മ. സ്വന്തം തള്ള വെച്ചാണ്ട് കിടന്നപ്പോ ഇട്ടെറിഞ്ഞ് പോയോളാണ് ഇപ്പൊ മുതലിന്റെ കണക്ക് അറിയാൻ വേണ്ടി വന്നിക്കണത്. ഇതിന്റെ പേരിൽ വല്ല പ്രശ്നം ഇവിടെ വന്ന് ഉണ്ടാക്കാനാണ് പുറപ്പാടിച്ചാലേ ചൂലും പാട്ടെടുത്ത് ആട്ടും ഞാൻ അങ്ങോട്ട് വരാനും പോണില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോ അവിടെ വന്നിട്ടെന്തിനാ, ഉള്ളതൊക്കെ എഴുതി കൊടുക്കാൻ പോവല്ലേ. അനക്ക് വേണ്ടതും അതിന്റെ അപ്പുറം തന്നിട്ടാ അന്ന എന്റെ മൂത്ത ആങ്ങളെ ഇവിടുന്ന് കെട്ടിച്ച് പറഞ്ഞയച്ചത്. എന്നിട്ടും ഓൾ ആക്രാന്തം തീർന്നിട്ടില്ല. ഇജിപ്പൊ എത്രയാ 50